നമസ്കാരം കൂട്ടുകാരെ, ഞാൻ പീറ്റർ ചുള്ളു. ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. അതായത് 26/6/2026 വെള്ളിയാഴ്ച രാവിലെ റബ്ബർ വില. യുദ്ധ സാഹചര്യത്തിൽ അയവ് വന്നതോടുകൂടി ഹോർമൂസ് കടലൊക്കെ തുറന്നതോടുകൂടി അന്താരാഷ്ട്ര തദ്ദേശീയ റബ്ബർ വിലയിൽ കുറവാണ് സംഭവിക്കുന്നത്. ചൂടോടിയായി കേരളത്തിലും റബ്ബറിൻ്റെ വില ദിവസവും കുറയുകയാണ്. ആവേശമായ വില 300 കടന്നെങ്കിലും പിന്നീട് 300-ൽ താഴെയാണ് അവസാനിക്കുന്നത്. ഇന്നത്തെ വിശദമായ റബ്ബർ വില നോക്കുമ്പോൾ റബ്ബർ വില കോട്ടയം RSS സ്പോക്കിൽ 272, RSS സ്പോക്കിൽ 267, ISN 228, ലാറ്റക്സ് 60 യാർഡ്സിൽ 168 രൂപ 55 പൈസ. ഇനി കൊച്ചി വില നോക്കുമ്പോൾ RSS സ്പോക്കിൽ 272, RSS സ്പോക്കിൽ 267, അഗർത്തല വില നോക്കുമ്പോൾ RSS സ്പോക്കിൽ 262, RSS സ്പോക്കിൽ 259. പിന്നെ വിദേശ വില നോക്കുമ്പോൾ ബാങ്കോക്ക് RSS 1 291 86 പൈസ, RSS 2 290 രൂപ 16 പൈസ, RSS 3 288 രൂപ 60 പൈസ, RSS 4 287 75 പൈസ, RSS 5 287 32 പൈസ. കേരളത്തിൻ്റെ മറ്റിനും ഗ്രേഡിനും ഷീറ്റ് നോക്കുമ്പോൾ ലൂസ് കിലോ 262, ലോട്ട് 224 മുതൽ 229 വരെ. ഒട്ടുപാൽ നോക്കുമ്പോൾ 80% DRC ഒട്ടുപാൽ കിലോ 170, 60% DRC ഒട്ടുപാൽ കിലോ 127 രൂപ 50 പൈസ. പിന്നെ കർണാടക വില നോക്കുമ്പോൾ RSS 3 267 രൂപ 50 പൈസ, RSS 4 267, RSS 5 262, ലോട്ട് 228, ഒട്ടുപാൽ നോക്കുമ്പോൾ 158 രൂപ. ഇനി ഫീൽഡ് ലാറ്റക്സ് വ്യാപാരി വില 235, ഫാക്ടറി വില 245. വിശദമായി നോക്കുമ്പോൾ 25% DRC ഉള്ള 200 ലിറ്റർ ബാരലിന് 11,750, 30% DRC ഉള്ള 200 ലിറ്റർ ബാരലിന് 14,100, 35% DRC ഉള്ള 200 ലിറ്റർ ബാരലിന് 16,450. ഈ കേരളത്തിലെ വ്യാപാരിയിലെ കോട്ടയം RSS സ്പോക്കിൽ 264, RSS 5 കിലോ 259, ISN 218 രൂപ 50 പൈസ മുതൽ 219 രൂപ. ഒട്ടുപാൽ നോക്കുമ്പോൾ 70% DRC ഒട്ടുപാൽ കിലോ 160 വരെ. അതായത് റബ്ബർ കർഷകർക്ക് ഒരു തീരാ നഷ്ടം തന്നെയാണ്. കാരണം വില അനുദിനം ഇങ്ങനെ കുറയുന്നതിൽ വളരെ ദുഃഖത്തിലാണ്. കാരണം ചിലവേറിയ ലേബർ ചാർജും റെയിൻ ഗാർഡും മറ്റും വളങ്ങളും ഇട്ട് കഴിഞ്ഞാൽ ഒരു ഏക്കറിന് 15,000 രൂപയാണ് വേണ്ടി വരുന്നത് ഒരു കർഷകന്. ഇപ്പോൾ ഞങ്ങളുടെ നാട്ടിൽ ലേബർ ചാർജ്, അതായത് വെട്ടിയിടുന്നതിന് മാത്രം, ടാപ്പിംഗ് ചെയ്യുന്നതിന് മാത്രം ഏകദേശം 2 രൂപയാണ് കൂലി. പിന്നെ പാലെടുത്ത് ഷീറ്റടിച്ച് അരയിടുന്നതിന് 3 രൂപ. അതിന് പുറമെ ബാരലൊഴിക്കുന്നതിന് 2.5 രൂപയാണ് ഒരു മരത്തിന് വെച്ച് വാങ്ങിക്കുന്നത് ഇപ്പോൾ റബ്ബർ ടാപ്പിംഗ് തൊഴിലാളികൾ. സ്വന്തമായിട്ട് ചെയ്യുകയാണെങ്കിൽ ആ പൈസ നമുക്ക് ലാഭം. ഇനി വില കുറയുന്നതോടെ താങ്ങൂല, ഇനി എന്ന് കിട്ടുമോ എന്നുള്ള പ്രതീക്ഷയിൽ വളരെ പ്രയാസത്തിൽ തന്നെയാണ് മിക്ക കർഷകരും. വർദ്ധിച്ചു വരുന്ന സാധനങ്ങളുടെ വിലക്കയറ്റം കാരണം ഈ കൂലി പോരാന്നാണ് മിക്ക ടാപ്പിംഗ് തൊഴിലാളികളും പറയുന്നത്. അതുകൊണ്ട് ഇനിയും കൂടുമോ എന്നുള്ള സംശയത്തിലാണ് റബ്ബർ കർഷകർ. നമ്മുടെ നാട്ടിൽ മഴ തുടരുകയാണ്. ഇതോടുകൂടി ഈ വീഡിയോയുടെ പൂർണ്ണമാകുന്നു. ഇത്രയും സമയം ക്ഷമയുടെ കേട്ടതിന് വളരെയധികം നന്ദി.